പിൽഗ്രിം ചാപ്റ്റർ 5 വിശദമാക്കുന്നത് തിരുനെൽവേലി യാത്രക്കിടയിൽ കണ്ട അരുൾമികു നെല്ലിയപ്പാർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. AD 700-ാം ആണ്ടിൽ പാണ്ഡ്യ രാജവംശം പണിയെഴുപ്പിച്ച ഈ ക്ഷേത്രം തമിഴ്നാട് സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രമാണ്. തിരുനെൽവേലി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശിവനെ നെല്ലിയപ്പാർ അല്ലെങ്കിൽ വേണുവാണനാഥർ എന്നും പാർവതിയെ കാന്തിമതി അമ്മൻ ആയും ചിത്രീകരിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസിൻ്റെയും മറ്റ് വിവിധ കലാരൂപങ്ങളുടെയും ഒരു പ്രധാന കലാകേന്ദ്രമായ ഈ ക്ഷേത്രം തിരുനെൽവേലിയിലെ താമിരബരണി നദിയുടെ വടക്കൻ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 14.5 ഏക്കറിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ ക്ഷേത്രത്തിനുള്ളിൽ പരമശിവൻ്റെയും പാർവതിയുടെയും 2 വലിയ ആരാധനാലയങ്ങളാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ നെല്ലിയപ്പാർ ക്ഷേത്രം എന്നും കാന്തിമതി ക്ഷേത്രം എന്നും രണ്ടായിരുന്ന ക്ഷേത്രത്തിനെ 1647 വടമലയപ്പൻ പിള്ളയാർ എന്ന ശിവഭക്തൻ ഒരു ചെയിൻ മണ്ഡപം പണിത് യോജിപ്പിച്ചതായാണ് പറയപ്പെടുന്നത്. പരമശിവൻ താണ്ഡവ നൃത്തമാടിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു താമര അമ്പലം ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണാം. ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം പുരാതന കാലത്ത് വേണുവാണ എന്നറിയപ്പെട്ടിരുന്ന ഒരു മുളങ്കാടായിരുന്നുവെന്നും ഇവിടെ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ വച്ച് ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ നടന്നു എന്നുമാണ് മറ്റൊരു ഐതിഹ്യം. ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ഫോട്ടോ എടുക്കുന്നത് അനുവദനീയമല്ലാത്തതിനാൽ ക്ഷേത്രത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 17-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിൽ കല്ലിലും മരത്തിലും ഉള്ള നിരവധി കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും. ഈ കൊത്തുപണികൾ സംരക്ഷിക്കുന്നതിനായി ഗ്ലാസ് കൊണ്ടുള്ള കവചങ്ങൾ തീർത്തിരിക്കുന്നതിനാൽ ഈ കൊത്തുപണികൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയത്തില്ല. ബ്രഹ്മോത്സവം, തിരുക്കല്യാണം, കാർത്തിക എന്നീ പ്രധാന ഉത്സവ സമയങ്ങളിൽ ക്ഷേത്രത്തിലെ സ്വർണ്ണരഥം ക്ഷേത്രത്തിന് ചുറ്റും വലയം വയ്ക്കുകയും തൈപ്പൂസം ഉത്സവ സമയത്ത് ശിവൻ്റെയും പാർവതിയുടെയും സ്വരൂപം തിരുനെൽവേലിയിലെ താമിരഭരണി നദിക്കരയിലുള്ള തായ്പൂസ മണ്ഡപത്തിൽ കൊണ്ടുവരികയും പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം രാത്രിയോടെ തിരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. നെല്ലിയപ്പാർ ക്ഷേത്രത്തിൽ ഒരു വർഷത്തിൽ 6 ഉത്സവങ്ങളാണുള്ളത്. ഇതിൽ ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്ന ബ്രഹ്മോത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 5:15 ഉഷകാല പൂജയിൽ ആരംഭിച്ച് യഥാക്രമം 6, 7, 8 ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 6 മണിക്ക് തുടങ്ങി 8:30, 9:15, 9:30ക്കുള്ള ഭൈരവർ പൂജയോടെ സമാപിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ളതിനാൽ ഇവിടെ വരുമ്പോൾ 4 വീലർ പാർക്ക് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. തിരുനെൽവേലിയിലെ പ്രസിദ്ധമായ ഇരുട്ടുകട ഹൽവ ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിന് എതിർവശത്തുള്ള ഷോപ്പിൽ നിന്നുമാണ്. നെല്ലിയപ്പാർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പിൽഗ്രിം ചാപ്റ്ററിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു പുണ്യസ്ഥലത്തിൻ്റെ വിശേഷവുമായി ഉടനെ കാണാം. താങ്ക് യു.